അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം സൂറത്തു അബസ 23-ാമത്തെ സൂക്തം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കല്ലാ ലമ്മ യഖ്ലിമാ അമറ. ഒരിക്കലുമല്ല, വേണ്ട, അള്ളാഹു അവരോട് കൽപ്പിച്ചത് അവൻ നിറവേറ്റിയിട്ടില്ല. കല്ല, വേണ്ട, ലമ്മ യഖ്ലി, അവൻ നിർവഹിച്ചിട്ടില്ല, മാ അമറ, അള്ളാഹു അവനോട് കൽപ്പിച്ചത്. ഖുതിലൽ ഇൻസാനുമാ അക്ഫറ. മനുഷ്യൻ തുലയട്ടെ, അവൻ എന്തുമാത്രം നന്ദികെട്ടവനാണ് എന്ന് ഇതേ അധ്യായത്തിൽ 17-ാമത്തെ സൂക്തത്തിൽ അള്ളാഹു പറയുകയുണ്ടായി. അതുമായി ആശയബന്ധമുള്ള ആയത്താണ് ഇത്. മനുഷ്യൻ അവനോട് കൽപ്പിച്ചതൊന്നും നിർവഹിച്ചിട്ടില്ല. അവനോട് കൽപ്പിച്ചത് എന്നത് വളരെ വിപുലമായ അർത്ഥമുള്ള പ്രയോഗമാണ്. മനുഷ്യൻ്റെ സൃഷ്ടിപ്പിൽ തന്നെ അവൻ്റെ ഉള്ളിൽ അള്ളാഹു നിശ്ചയിച്ച ഒരു സാൻമാർഗിക ബോധമുണ്ട്, നന്മയിലേക്കുള്ളൊരു ചായ്വുണ്ട്. ആ ചായ്വിനെ യഥാവിധം പരിപാലിച്ചാൽ തീർച്ചയായിട്ടും മനുഷ്യൻ നന്മയിലേക്ക് എത്തും. അത് അവൻ പരിപാലിച്ചില്ല. ആ ചായ്വിനോട് യഥാവിധം കടമ അവൻ നിർവഹിച്ചില്ല. അതോടൊപ്പം ഈ പ്രപഞ്ചമാകുന്ന പാഠപുസ്തകം, മനുഷ്യൻ്റെ ശരീരമാകുന്ന പാഠപുസ്തകം, ഇതെല്ലാം തന്നെ ഒരു റബ്ബിനെ വിളിച്ചോതുന്നുണ്ട്. ആ റബ്ബിനെ ശരിയാമിധം മനസ്സിലാക്കുകയോ റബ്ബിനോടുള്ള കടമ നിർവഹിക്കുകയോ ചെയ്തില്ല. കൂടെ ഈ പ്രപഞ്ചത്തിൽ കാലാകാലങ്ങളായി അള്ളാഹു അവൻ്റെ സന്ദേശങ്ങൾ പ്രവാചകന്മാരിലൂടെ നൽകിയിട്ടുണ്ട്. അന്ത്യപ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പ്രവാചക പരമ്പരയിലെ അവസാന കണ്ണിയാണ്. ആ പ്രവാചകനിലൂടെ അള്ളാഹു അവതരിപ്പിച്ച വിശുദ്ധ ഖുർആനിലൂടെ ഒരുപാട് കൽപ്പനകൾ, നിർദ്ദേശങ്ങൾ, നിയമങ്ങൾ പടച്ചവൻ നൽകിയിട്ടുണ്ട്. അതിനോടൊക്കെ പോസിറ്റീവായ സമീപനം സ്വീകരിച്ച് അവയെ അംഗീകരിച്ച് അനുസരിച്ച് മുന്നോട്ട് പോവുക എന്നതല്ല മനുഷ്യൻ്റെ നിലപാട്. എല്ലാവരെയും കുറിച്ചല്ല ഈ പറയുന്നത്, മറിച്ച് ഇങ്ങനെ നിലപാട് സ്വീകരിച്ച ആളുകളെ കുറിച്ചാണ് ഈ പരാമർശം. ലമ്മ യഖ്ലി, ഇതുവരെ നിർവഹിച്ചില്ല എന്ന പ്രയോഗം കടമ നിർവഹിക്കാൻ ആവശ്യമായ, അള്ളാഹുവോടുള്ള കടപ്പാട് പൂർണ്ണമായും നിറവേറ്റാൻ ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും അള്ളാഹു ഒരുക്കിയിട്ടുണ്ട് എന്നുകൂടി സൂചിപ്പിക്കുന്നുണ്ട്. ആ ഒരുക്കിയത് ഏതെല്ലാം രൂപത്തിലാണോ അതിനെയെല്ലാം അവഗണിച്ചു. സ്വന്തത്തെക്കുറിച്ച് ചിന്തിച്ചില്ല, പ്രപഞ്ചമാകുന്ന പാഠപുസ്തകം വായിച്ചില്ല, പ്രവാചകന്മാരുടെ സന്ദേശം ഉൾക്കൊണ്ടില്ല, അവനവൻ്റെ ഉള്ളിൽ അള്ളാഹു നിശ്ചയിച്ച സാൻമാർഗിക ബോധത്തെ പരിപോഷിപ്പിച്ചില്ല. എല്ലാ അർത്ഥത്തിലും മനുഷ്യൻ അവൻ്റെ കടമ നിർവഹിക്കുന്നതിൽ നിന്നും ബഹുദൂരം പിറകോട്ട് പോയി. തൻ്റെ ജീവിതത്തിലെ ആത്യന്തികമായ ലക്ഷ്യം ഒരു നാളേക്ക് വേണ്ടി ഒരുങ്ങലാണെന്നും അവിടെ പരലോക നാളിൽ വിജയിക്കലാണെന്നും ആവർത്തിച്ച് മനുഷ്യനെ പഠിപ്പിച്ചിട്ടും അതിനു വേണ്ട ഒരു തയ്യാറെടുപ്പും നടത്തിയില്ല എന്നല്ല. ഞങ്ങൾ തികഞ്ഞവരാണ്, പണക്കാരാണ്, പ്രൗഢിയും പ്രതാപമുള്ളവരാണ്, ഞങ്ങളുടെ യോഗ്യത കൊണ്ടാണ്, അള്ളാഹുവിന് ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഇതൊക്കെ ഞങ്ങൾക്ക് ലഭിച്ചത്. ഇതേ ഇഷ്ടം മരണാനന്തര ജീവിതം എന്ന് ഒന്നുണ്ടെങ്കിൽ അവിടെയും അള്ളാഹു തുടരും. നിങ്ങളിങ്ങനെ പാവങ്ങളായത്, ഗതി പിടിക്കാത്തവരായത് നിങ്ങൾ റബ്ബിന് വേണ്ടാത്തത് കൊണ്ടാണ്. നാളെ പരലോകത്തും നിങ്ങൾ റബ്ബിന് വേണ്ടി വരില്ല, നിങ്ങളെ അവൻ അവഗണിക്കും എന്നെല്ലാം പറഞ്ഞ് അഹങ്കാരത്തിൻ്റെയും ധിക്കാരത്തിൻ്റെയും വഴിയിലൂടെ സഞ്ചരിക്കുകയും റബ്ബിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളെ ഇവർ നിശ്ചയിക്കുകയും ചെയ്തു. റബ്ബിൻ്റെ സ്വർഗം ഞങ്ങൾക്ക് റിസർവ്ഡ് ആണെന്നും അതിൻ്റെ തെളിവാണ് ഭൂമിയിൽ ഞങ്ങൾക്ക് കിട്ടിയ സൗഭാഗ്യങ്ങളെന്നും അവർ വാദിച്ചു. മിൻഹും അൻയുദ്ഖല ജന്നത നഈം. സൂറത്തുൽ മആരിജിലെ 38-ാമത്തെ ആയത്താണിത്. അവർ ഞങ്ങൾ അനുഗ്രഹങ്ങളുടെ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന ദുർമോഹവുമായി മുന്നോട്ട് പോവുകയാണ് എന്ന്. ഇത്തരം ആളുകൾ കടമ നിർവഹിച്ചുകൊണ്ട്, റബ്ബിനോട് ചെയ്യേണ്ടതെല്ലാം ചെയ്തുകൊണ്ട്, ജീവിതത്തിൽ അവനവൻ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ച് നന്ദിയുള്ളവരായി മാറിക്കൊണ്ട് മുന്നോട്ട് പോയാൽ ഈ ആഗ്രഹത്തിന് ഒരു ന്യായമുണ്ടാകുമായിരുന്നു. ഒന്നും നിർവഹിച്ചിട്ടില്ല. കല്ലാ ലമ്മ യഖ്ലി മാ അമറ. ഒന്നും തന്നെ നിർവഹിക്കാതെ ഇവർ സ്വർഗം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് മുന്നോട്ട് പോകുന്ന ആളുകളാണ് നന്ദി കെട്ടവരാണ്. ഈ സൂക്തം പാരായണം ചെയ്യുമ്പോൾ ഒരക്ഷരം പ്രത്യേകം ശ്രദ്ധിച്ച് ഉച്ചരിക്കുക. ഖാഫ്, ഖാഫ്, ഖാഫ്. ലമ്മ, മീം ഇരട്ടിച്ചു വന്ന് മണിക്കുക. യഖ്ലി, ഖ് എന്ന് വെളിപ്പെടുത്തി ഉച്ചരിക്കണം. ഖാഫ്, ത്വാ, ബാ, ജീം, ദാല്, ഖുതുബ്, ജദ്, ഈ 5 അക്ഷരങ്ങൾക്ക് മുകളിൽ സുക്കൂൻ വന്നാൽ നന്നായി കേൾക്കത്തക്ക വിധം ഉച്ചരിക്കണം. മാ അമറ, മാ എന്ന വാക്കിൻ്റെ അവസാനത്തിൽ മദ്ദിൻ്റെ അലിഫ് വന്നു. തൊട്ടടുത്ത വാക്കിൻ്റെ തുടക്കത്തിൽ ഹംസ് വന്നു. വേണമെങ്കിൽ 4 അനക്കം വരെ നീട്ടാവുന്നതാണ്. മദ് ജായിസ് മുൻഫസിൽ. കല്ലാ ലമ്മാ യഖ്ദി മാ അമറഹ്.
സുബ്ഹാനഹു വ തആല അവനോടുള്ള കടമയും കടപ്പാടും നിർവഹിച്ച് സ്വർഗത്തിലെത്താൻ നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ.